ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെയർ ആക്സസറിയാണ് കേട്ടോ. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ഹെയർ വെയിൻ ഉണ്ടാക്കുന്നത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പേൾസ് വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു ഹെയർ വെയിന് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഇതിപ്പോൾ ചെറുതാണ് കേട്ടോ. ഇത് നമ്മൾ വലിയവർക്കൊക്കെ തലയിൽ ബാക്കിൽ കുറച്ച് പോർഷനായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് തന്നെ നമുക്ക് പിള്ളേർക്ക് കുറച്ചുകൂടി ലെങ്തായിട്ട് ഹെയർ ബാൻഡ് പോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതിന് ഞാൻ ഇവിടെ ഇതുപോലെ കുറച്ച് വൈറ്റ് കളറിലുള്ള റൗണ്ട് ഷേപ്പിലുള്ള ബീഡ്സും അതുപോലെ ഓവൽ ഷേപ്പിലുള്ള ബീഡ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മാത്രം ഈ രണ്ട് ബീഡ്സ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള സിൽവർ കളറിലുള്ള കമ്പികളാണ് കേട്ടോ. കുറച്ച് നല്ല ലെങ്തായിട്ടുള്ള കമ്പികൾ വേണം ഇതിന് ഉപയോഗിക്കാൻ. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ കട്ടറും പ്ലെയറുമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത് മാത്രം മതി. നമുക്ക് വയറൊക്കെ കട്ട് ചെയ്യാനും അതുപോലെ ഒന്ന് വളച്ച് വയ്ക്കാനൊക്കെ ഉപയോഗിക്കാനാണ് നമ്മളിപ്പോൾ ഈ കട്ടറും പ്ലെയറും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ലെങ്തായിട്ട് ഈ കമ്പി എടുത്തിട്ടുണ്ട്. അതിനെ രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. അപ്പോൾ ആ രണ്ടാക്കി മടക്കിയിട്ടുള്ളതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ നമുക്കിങ്ങനെ വേണമെങ്കിലും അറ്റത്തൊരു റൗണ്ട് ഷേപ്പിൽ ഒരൊറ്റ കമ്പിയായിട്ടും ചെയ്തെടുക്കാം. പക്ഷേ ഇതുപോലെ കണ്ടില്ലേ, വല്ല പേനയോ അല്ലെങ്കിൽ പെൻസിലോ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള എന്തുമാവട്ടെ നമുക്ക് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഈ കമ്പിനെ രണ്ടാക്കിയിട്ടാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ ഈ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തു. എന്നിട്ട് പേനയുടെ അറ്റത്ത് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നമ്മുടെ ബാക്കിയുള്ള എത്ര കമ്പിയുണ്ട് അതൊന്ന് തീരുന്നത് വരെയും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ പേന മെല്ലെ വലിച്ചെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടും കേട്ടോ. കണ്ടില്ലേ? എന്നിട്ട് ഈ കമ്പീനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഇങ്ങനെ രണ്ടാക്കിയിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വെക്കാം. എന്നിട്ട് ഒരൊറ്റ കമ്പിയിൽ ഇതുപോലുള്ള ഓവൽ ഷേപ്പിലുള്ള പേള് ഒന്ന് കോർത്ത് കൊടുക്കുക. ഒരൊറ്റ കമ്പിയിൽ കേട്ടോ. ഇതുപോലെ കോർത്ത് കൊടുത്തിട്ട് നമ്മൾ താഴോട്ടേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഒരു ഏകദേശം കുറച്ച് ലെങ്ത്ത് നമുക്ക് എത്ര നീളത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനൊരു മീഡിയം സൈസിൽ കണ്ടില്ലേ, ഇങ്ങനെയൊന്ന് കുറച്ചൊന്ന് പൊന്തിച്ചിട്ട് ഇതുപോലെ ഒന്ന് കമ്പി മടക്കി വെച്ച് കൊടുത്തു. എന്നിട്ട് ആ മുത്തുണ്ടല്ലോ അറ്റത്ത്, ആ മുത്തൊന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതവിടെ കമ്പിയൊക്കെ ഇങ്ങനെ ചുരുങ്ങി നല്ല ഭംഗിയിൽ കിട്ടും നമുക്ക്. എന്നിട്ട് ബാക്കി വന്ന ആ കമ്പി കൂടിയും കൂട്ടി ചേർത്ത് രണ്ട് കമ്പിയും കൂടി ഒന്നുകൂടി ട്വിസ്റ്റ് ചെയ്യുക. ഒരു 2-3 പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് മറ്റേ അറ്റത്തെ കമ്പി ഒന്ന് എടുക്കുക. എന്നിട്ട് അതിൽ ഇതുപോലുള്ള ഓവൽ ഷേപ്പിലുള്ള ഒരു പേള കൂടി കോർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ ഇപ്പുറത്തെ സൈഡിൽ പേള് വെച്ച് കൊടുത്തത് അതുപോലെ തന്നെ ഇതിലും വെച്ച് കൊടുത്തിട്ട് ഒന്ന് ആ ലെങ്ത്ത് നോക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം എല്ലാ കമ്പികളുടെ നമ്മളിങ്ങനെ ചെയ്യുന്നത് ഒരേ ലെങ്ത്ത് ആയിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കണ്ടില്ലേ, ഏകദേശം ആ ലെങ്ത്ത് നോക്കിയിട്ട് ആ കമ്പീനെ ഒന്ന് വളച്ച് താഴോട്ടേക്ക് വെക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ആ മുത്തിൽ പിടിച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കമ്പിയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്ന കമ്പി കുറച്ചുകൂടി ബലമുള്ളതായിരുന്നു കേട്ടോ. അത് നമ്മൾ ഈ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന കമ്പിയാണ്. അപ്പോൾ അതൊക്കെ ട്വിസ്റ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടി നല്ല എളുപ്പമുണ്ട്. പക്ഷേ ഇതൊന്ന് ഇങ്ങനെ പെട്ടെന്നൊന്ന് വളയണ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ബാക്കി ആ രണ്ട് അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒരൊറ്റ ആ പേള് റൗണ്ട് ഷേപ്പിലുള്ള പേള് രണ്ട് കമ്പിയിലും കൂടി കോർത്തിട്ട് സെൻറ്റർ ഭാഗത്തോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനും ഒന്നുകൂടി ഒരു 3 പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു 2-3 പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മൾ ആ കമ്പിനെ രണ്ടാക്കി മാറ്റി വെച്ചിട്ട് അതിൽ ഒരു അറ്റത്ത് കൂടി ഇതുപോലെ ഓവൽ ഷേപ്പിലുള്ള ആ പേള് കോർക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തെടുത്തതുപോലെ തന്നെ എന്ത് ചെയ്യുക, കമ്പീനെ താഴോട്ടേക്ക് ആക്കുക. എന്നിട്ട് അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അവിടെ ഒരു ലീഫ് പോലെ കിട്ടും.
ഇനി വീണ്ടും ഈ സെൻറ്റർ ഭാഗത്തുള്ള കമ്പിയും നമ്മളിപ്പോൾ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പിയും ബാക്കി ഉണ്ടാവും. അപ്പോൾ അതിനെയും കൂടി ആ 2 കമ്പിയും കൂടി ഒന്നുകൂടി ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലെ കമ്പീനെ ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിൽ കൂടെ എന്ത് ചെയ്യുക, ആ ഓവൽ ഷേപ്പിലുള്ള ആ മുത്തൊന്ന് കോർത്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ മറ്റൊരു ലീഫ് നമുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ് മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത്, വേറെ ഒന്നും നമ്മളതിൽ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയറിന് എത്രത്തോളം ലെങ്ത്ത് വേണമെന്ന് നോക്കിയിട്ട് നമ്മളതിനെ ആ ലെങ്ത്ത് വരെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. കണ്ടില്ലേ? അപ്പോൾ ഈ കമ്പി കൊണ്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പോയി കേട്ടോ. കാരണം നല്ല പെട്ടെന്ന് ചുറ്റിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ മുന്നേ ചെയ്ത കമ്പി ഒരിക്കലും ഭയങ്കര ഉണ്ടാക്കി കഴിഞ്ഞ് പറഞ്ഞാൽ കൈയൊക്കെ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനത്തെ കമ്പി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ മറ്റേ കമ്പി വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ സിൽവർ കളറും അതുപോലെ ഗോൾഡൻ കളറും പല കളറും കേട്ടോ, റെഡ്, ഗ്രീന് അങ്ങനെയുള്ള കമ്പികളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ മാർക്കറ്റിൽ. അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് മേടിച്ചിട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ ഇപ്പോൾ പിള്ളേരൊക്കെ വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് പുറമേ നിന്നും മേടിച്ച് കൊടുക്കാതെ ഇതുപോലെ നമുക്കും സ്വന്തമായിട്ട് പല മോഡലിലും ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ് ഞാനിത് കാണിച്ചു തരുന്നത്. ഇപ്പോൾ വീണ്ടും ഇതുപോലെ ഞാൻ വീണ്ടും ആ സെൻറ്റർ ഭാഗത്ത് മറ്റേ മുത്ത് കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും പേള് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഒരു ലീഫ് ചെയ്തെടുക്കുക. ഇതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എത്രത്തോളം നമ്മുടെ ഹെഡ് ബാൻഡായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ ഒരു ചെവിയുടെ ഭാഗത്ത് നിന്ന് മറ്റേ ചെവിയുടെ ഭാഗത്തേക്ക് എത്രത്തോളം ലെങ്ത്ത് വേണമെന്ന് നോക്കിയിട്ട് നമുക്ക് അതുവരെയും ഇങ്ങനെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇപ്പോൾ ഞാൻ മോളുടെ തലയുടെ എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് ആ ലെങ്ത്തിനനുസരിച്ച് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഹെയർ ബാൻഡ് പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ലെങ്ത്തിൽ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ലാസ്റ്റ് എത്തുമ്പോൾ എന്ത് ചെയ്യാറിയോ, ബാക്കിയുള്ള കമ്പികളൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നീളത്തിൽ ട്വിസ്റ്റ് ചെയ്യുക. കണ്ടില്ലേ? ഇതുപോലെ കുറച്ച് നീളത്തിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എന്താണോ എടുത്തത്, പേനയോ പെൻസിലോ എന്താണെങ്കിലും ഏതാണോ എടുത്തത് അതേ തന്നെ വീണ്ടും എടുക്കുക. എന്നിട്ട് അത് കറക്റ്റ് ആ ഒരേ റൗണ്ട് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കണേ കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഫസ്റ്റ് എന്താണോ എടുത്തത് അതേ റൗണ്ട് കിട്ടണമെങ്കിൽ വീണ്ടും നമ്മൾ അത് തന്നെ ഉപയോഗിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ കണ്ടില്ലേ, കറക്റ്റ് ആ റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടി. ഇനി ബാക്കി നമ്മൾ എന്ത് ചെയ്യാം, ബാക്കി വരുന്നതും ഇതുപോലെ കുറേ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചുറ്റി വെച്ച് ആ കമ്പീനെ മൊത്തത്തിലൊന്ന് നമുക്ക് അവിടെ ചുറ്റിയെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കേടുവരുന്നില്ലല്ലോ. ഇതുപോലെ ബാക്കിയുള്ള കമ്പികളൊക്കെ വളച്ച് നല്ല വൃത്തിയിൽ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹെയർ വെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മുത്തുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലൊന്ന് ഇങ്ങനെ അങ്ങനെ മടക്കിയിട്ടൊന്ന് ആക്കി കൊടുക്കുക. അപ്പം ഞാനിതാ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിവർത്തിയിട്ടും ചെയ്യാം. പക്ഷെ ഞാൻ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിനൊക്കെ എല്ലാ മുത്തുകളും ഒന്ന് കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.